ഹലോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മൺസൂൺ ഹാക്ക് വീഡിയോ ആണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. വീഡിയോ അവസാനം വരെ കാണും. അപ്പൊ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നല്ല തകർത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം നിങ്ങളുടെ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് വീട്ടിൽ സേഫ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നല്ല മഴയാണ് കേട്ടോ, മഴക്കാലമാണ്. സോ അപ്പൊ അതിൻ്റെതായ ഒരു ജാഗ്രതയും അലേർട്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് മൺസൂൺ ഹാക്ക് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഹെയർ കെയർ, സ്കിൻ കെയർ, പിന്നെ അല്ലാണ്ട് അല്ലറ ചില്ലറ കുഞ്ഞി കുഞ്ഞി കുട്ടി 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 ഹാക്സും കൂടി പറയുന്നുണ്ട്. മൊത്തത്തിലൊരു ഫുൾ പാക്കേജ് ആയിട്ടുള്ള ഒരു ഹാക്ക് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പൊ മഴക്കാലത്ത് നമ്മുടെ ഹെയർ, സ്കിന്ന്, ഓവറോൾ നമ്മുടെ ബ്യൂട്ടി മൊത്തത്തിൽ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ പ്ലീസ് വെൽക്കം അവർ ഫാമിലി. കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ തൊട്ട് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ ഉണ്ട്, അതും കൂടി ഒന്ന് ഓളിന്ന് എനേബിൾ ചെയ്യട്ടോ. എന്നാലാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ. ഇനി സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ താങ്ക് യു so much for watching my videos. ഫസ്റ്റത്തെ ഒരു ഹാക്ക് എന്ന് പറയുന്നത്, ഫസ്റ്റ് നമുക്ക് ഹെയർ തന്നെ തുടങ്ങാം. നമുക്ക് മൺസൂൺ ടൈമിൽ, അതായത് മഴക്കാലത്ത് നമ്മുടെ ഹെയർ ഭയങ്കര ഫ്രിസി ആവും, ഡ്രൈ ആവും. നമ്മുടെ സ്കാൽപ്പാണ് പ്രത്യേകിച്ച് ഡ്രൈ ആവും. ഇങ്ങനെ പൊടി 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 താരനൊക്കെ ഉണ്ടാവില്ലേ, മീൻസ് നമുക്ക് ഇങ്ങനെ ചുരണ്ടി വെച്ച് താഴെ വീഴും. അതുപോലത്തെ പൊടി പൊടി താരന് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് മൺസൂൺ ടൈമിൽ. ഈ ഒരു താരൻ വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റിൽ, അറ്റ്മോസ്ഫിയറിലുള്ള ഹ്യൂമിഡിറ്റി ചേഞ്ച് കൊണ്ടാണ് നമുക്ക് ഇതുപോലത്തെ ഒരു ഡ്രൈ സ്കാൽപ്പ് ഉണ്ടാവാനുള്ള കാരണം. അപ്പൊ ഇതിന് നമ്മൾ എന്താ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചെമ്പരത്തി പൂവില്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചെമ്പരത്തി പൂവ്, ഇല രണ്ടും എടുക്കുക കേട്ടോ. ചെമ്പരത്തി പൂവായാലും കുഴപ്പമില്ല, ഇലയായാലും കുഴപ്പമില്ല, രണ്ടും എടുത്തിട്ട് പ്ലസ് കുറച്ച് തൈരും പ്ലസ് കുറച്ച് അലോവേര ജെല്ലും. ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ അതാണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് മൂന്നും കൂടി ഒന്ന് മിക്സ് ആക്കി പേസ്റ്റ് ആക്കിയിട്ട് തലയിൽ, സ്കാൽപ്പിൽ നന്നായിട്ട് ഒന്ന് തേച്ച് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. ഈ ഒരു പാക്ക് ശരിയായിട്ട് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ വകച്ചൽ എടുക്കൂലേ, ഇങ്ങനെ ഓരോ വകച്ചൽ എടുത്തിട്ട് അതിൽ നല്ല കറക്റ്റ് നമ്മുടെ ആ ഒരു സ്കാൽപ്പിൽ ടച്ച് ആവുന്ന രീതിയിൽ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ മഴക്കാലമായ എല്ലാവർക്കും കുളിക്കാൻ ഭയങ്കര മടിയാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ തലയിൽ കുറച്ച് താരനും ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കുളിക്കാതെ ഇരിക്കും തോറും നമ്മുടെ സ്കാൽപ്പിലെ താരൻ കൂടി കൂടി വരുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മഴക്കാലത്ത് ശരിക്കും ഡെയിലി കുളിക്കണം എന്നാണ്. പക്ഷെ പൊതുവെ ആരും അങ്ങനെ ഡെയിലി അങ്ങനെ തല നനയ്ക്കാറോ കാര്യങ്ങളൊന്നുമില്ല. തല നനഞ്ഞാൽ തന്നെ അതിൻ്റെതായ രീതിയിൽ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ അത് കൂടുതൽ ദോഷമുള്ളൂ. കാരണം നമ്മൾ ഈ വെള്ളം പിടിക്കാതെ, അല്ലാതെ നമ്മുടെ മുടി ഉണങ്ങാതിരുന്ന വീണ്ടും കൂടുതൽ താരൻ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഹാക്ക് എന്ന് പറയുന്നത്, നമ്മൾ നേരെ നമ്മുടെ സ്കിന്നിക്ക് വരാം. സ്കിന്നിനും ഇതുപോലെ തന്നെ മൺസൂൺ ടൈം ആയ എന്താ പറയാ, ഒരു മാതിരി പൊട്ടലും വിള്ളലും ഭയങ്കര ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അപ്പൊ അതിനാദ്യം വേണ്ടവരെ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാന്നുള്ളതാണ്. എപ്പോഴും ഒരു വെറ്റ് ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അത് മാത്രമല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ എടുക്കാൻ നോക്കുക. കാരണം ഭയങ്കര ഒരു എന്താ പറയുക, തിക്ക് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനിരിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ അപ്വേർഡ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക കേട്ടോ. നമ്മുടെ സ്കിൻ ഭയങ്കര മോയ്സ്ചറൈസർ ആയിട്ട് ഇരിക്കേണ്ടത് ഭയങ്കര അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കാരണം സാധാരണ കുളിച്ച് ഒരു 3 to 4 മിനിറ്റ്സിന്റെ ഉള്ളിലാണ് നമ്മൾ ബോഡിയിൽ മോയ്സ്ചറൈസർ ആണെങ്കിലും ലോഷൻ ആണെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മൾ കുളിമുറിയിലോ കാര്യങ്ങളിലോ സ്റ്റാൻഡിൽ ഈ മോയ്സ്ചറൈസർ വെക്കുക എന്നുള്ളതാണ്. സോ അത് അപ്പോൾ നമുക്ക് കുളി കഴിഞ്ഞ ശേഷം നനവോടെ തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ഹാക്കാണ് ബ്രേക്ക്ഔട്ട്സ് എന്ന് പറയുന്നത്. ബ്രേക്ക്ഔട്ട്സ് മൺസൂൺ ടൈമിൽ വരാത്ത ആൾക്കാർക്ക് പോലും വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ, മഴ പെയ്യുമ്പോൾ നമുക്ക് അതിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മഴയത്ത് കളിക്കാനായിരിക്കും ഇഷ്ടമല്ലാത്ത, എനിക്ക് മഴയത്ത് കളിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. സോ വലിയ തെറ്റൊന്നുമല്ല. പക്ഷെ നമ്മൾ വിചാരിക്കണം, ഈ റെയിൻഫോൾ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ, നല്ല ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്യൂർ ആയിട്ടുള്ള വെള്ളം അല്ല എന്നുള്ളത്. ഇപ്പൊ ഈ മേഘങ്ങളിലൊക്കെ തട്ടിയിട്ടാണ് നമുക്ക് താഴത്തേക്ക് മഴത്തുള്ളികൾ വരുന്നത്. അപ്പോൾ ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ, അത് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു റെയിൻ ഡ്രോപ്പ് ആണ് നമുക്ക് താഴത്തേക്ക് വരുന്നത്. അപ്പൊ ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള മഴയിൽ കുളിച്ചു വെച്ചാൽ ഓഫ് കോഴ്സ് നമുക്ക് ബ്രേക്ക്ഔട്ട്സ്, പിമ്പിൾസ്, ആക്നെ കാര്യങ്ങളെല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. മഴവെള്ളത്തിൽ തല നനയ്ക്കുമ്പോൾ മുടി ഭയങ്കര ഫ്രിസി ആവാനുള്ള ചാൻസ് ഉണ്ട്. ഭയങ്കരമായിട്ട് കൊഴിയും, അതുപോലെ തന്നെ ഫ്രിസി ആവും, ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഓൾറെഡി നിങ്ങളുടെ ഒരു ഫ്രിസി ഹെയർ ആണെങ്കിൽ എക്സ്ട്രീംലി ഒരു ഫ്രിസി ഹെയർ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഭയങ്കരമായിട്ട് ഫ്രിസ് ആവും.
നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഭയങ്കര എന്താ പറയുക ഡ്രൈനെസ്സും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ നിങ്ങൾ ഇനി എങ്ങാനും മഴയത്ത് കുളിച്ചാലും കുഴപ്പമില്ല. ഇനി കുളിച്ചിട്ട് നേരെ കുളിമുറിയിൽ പോയിട്ട് നോർമൽ വാട്ടറിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വാട്ടറിൽ ഒന്നും കൂടി കുളിക്കുക. മഴയത്ത് കുളിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇരിക്കരുത്. ഓഫ് കോഴ്സ് അതിനുശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ ഒന്ന് കുളിക്കുക. പിന്നെ അടുത്തൊരു കാര്യമാണ് മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ മൺസൂൺ ടൈമിൽ എന്നല്ല, പൊതുവെ നിങ്ങൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മേക്കപ്പ് ഐറ്റം, അതായത് ഇപ്പൊ കാജലാണെങ്കിലും ഐലൈനർ ആണെങ്കിലും കാര്യങ്ങളൊക്കെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാൻ നോക്കുക. കാരണം എന്താ വെച്ചാൽ മഴ പെയ്യുമ്പോൾ അത് മൊത്തം ഇങ്ങനെ ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മൺസൂൺ ടൈമിൽ നമ്മുടെ ഫേസ് ഭയങ്കര ഡൾ ആയിട്ട് ഭയങ്കര ഗ്ലൂമി ആയിട്ട് ഇരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് ഭയങ്കര ഒരു ഡൾനെസ് ഫീൽ ചെയ്യാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കിൻ ഭയങ്കര എക്സ്ഫോളിയേറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പൊ നിങ്ങൾ നല്ല സ്ക്രബോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അതായത് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും വേണ്ട. കുറച്ച് കോഫി, കുറച്ച് ഹണി, കുറച്ച് ലെമൺ അല്ലെങ്കിൽ ഹണി യൂസ് ചെയ്താൽ മതി കോഫിയിലൂടെ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ജെന്റിലായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ജസ്റ്റ് ഒന്ന് ചെറിയൊരു മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പൊ തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ ഭയങ്കര എക്സ്ഫോളിയേറ്റ് ചെയ്തതിനു ശേഷം ഭയങ്കര ഒരു എന്താ പറയുക ഒരു റിഫ്രഷ്മെന്റ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടും. നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ സ്ക്രബ് ചെയ്യരുത്. നിങ്ങൾ എന്താ പറയാ സ്ക്രബ് മറന്നേക്കും. കാരണം സ്ക്രബ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ആ ഒരു ആക്നെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ സ്ക്രബ് യൂസ് ചെയ്യേണ്ട ആവശ്യം. ഇനി അടുത്തൊരു ഹാക്കാണ്, ഞാനും നിങ്ങളും എല്ലാവരും ഒരുപോലെ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. മഴക്കാലമാണ്, ഭയങ്കര തണുപ്പാണ് ക്ലൈമറ്റ് ഒക്കെ. സ്വാഭാവികമായും നമുക്ക് എന്താ ചുടുവെള്ളത്തിൽ കുളിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. ചുടുവെള്ളത്തിൽ കുളിക്കും. പക്ഷെ ചുടുവെള്ളത്തിൽ കുളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും നിങ്ങൾ എക്സ്ട്രീംലി ഭയങ്കര ചൂടായിട്ടുള്ള ഒരു വെള്ളത്തിൽ കുളിക്കാണ്ടിരിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചുടുവെള്ളം യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഹെയർ ഫോളിനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പൊ സ്കിന്നിനാണെങ്കിലും ഭയങ്കര ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പൊ നിങ്ങൾ ഒരു ഇളം ചൂട്, അതായത് ലുക്ക് വാം വാട്ടർ യൂസ് ചെയ്യുക. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ ഹെയറിനാണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ പോലും കുളിക്കണ്ട. പച്ചവെള്ളമാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് പച്ചവെള്ളത്തിൽ കുളിക്കുന്നതാണ് നമ്മുടെ ഹെയറിന് കുറച്ചും കൂടി നല്ലത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ ഒരു എന്താ പറയാ ഒരു ഫ്രഷ്നെസ്, ഒരു എനർജി വരും. ഒരു എന്താ പറയാ ഒരു തണുത്ത വെള്ളം ഇങ്ങനെ തലയിൽ കൂടെ ഒഴിക്കുമ്പോൾ ഒരു ഒരു ഉഷാറ് വരും. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹെയർ ഭയങ്കര എന്താ പറയാ ഫ്രിസി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എന്താ പറയാ ഹെയർ കണ്ടീഷണർ മാസ്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതായത് ഹെയറിൽ ഒരു കണ്ടീഷണർ മാസ്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങളുടെ താല്പര്യമാണ്. നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിലും ചെയ്യാം, വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പൊ വീട്ടിലാവുമ്പോ മുട്ടയും തൈരും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിന് കൂടെ തന്നെ നമുക്ക് എന്താ കുറച്ച് നമ്മൾ ഏതാണോ ഹെയർ ഓയിൽ എടുക്കുന്നത് അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. മെയിൻ ആയിട്ട് ഈ ഒരു ഹെയർ കണ്ടീഷണർ മാസ്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഹാക്ക് എന്ന് പറയുന്നത് മഴക്കാലമായ എല്ലാ വീടുകളിലും സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ച, എല്ലാ വീടുകളിലും തുണി ഉണങ്ങാതെ ഇങ്ങനെ റൂമിന്റെ ഉള്ളില് ഡോറിന്റെ മേലെ ചെയറിന്റെ മേലെ ഒക്കെ നമ്മൾ വിരുത്തിയിട്ടിട്ടുണ്ടാവും. അപ്പൊ അതിനൊരു ബാഡ് സ്മെൽ വരും. അതായത് പൊതുവെ നമ്മൾ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങൾ ഉണങ്ങാണ്ടുന്ന ഒരു ബാഡ് സ്മെൽ വരും. ആ ബാഡ് സ്മെൽ എങ്ങനെ കുറയ്ക്കുന്ന വെച്ചാൽ നമ്മള് അലക്കുമ്പോൾ നമ്മൾ കംഫേർട്ട് യൂസ് ചെയ്യുക. കംഫേർട്ട് യൂസ് ചെയ്തതിന് ശേഷം, അതായത് കംഫേർട്ടിൽ മുക്കി വെച്ചിട്ട് നമ്മളൊന്ന് തോരയിടുമ്പോൾ അതിന് നല്ല സ്മെല്ല് വരും. ആ ഒരു ബാഡ് സ്മെല്ല് മാറിയിട്ട് നല്ലൊരു കംഫർട്ടിന്റെ മണവും. അപ്പൊ നമുക്ക് അത്ര വലിയൊരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഹാക്ക് എന്ന് പറയുന്നത് ഫോണിനെ കുറിച്ചാണ്. അതായത് മഴക്കാലമാണ്. ഇപ്പൊ ഇൻ കേസ് നമ്മൾ പുറത്തൊക്കെ പോകും, എന്തായാലും പോകേണ്ടി വരും കടയ്ക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ പുറത്ത് പോകുമ്പോൾ മഴയത്ത്, അതായത് വെള്ളത്തിൽ, മഴക്കാലത്ത് നല്ല പൊതുവെ വെള്ളത്തിൽ ഫോൺ വീണാൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളമായ ഉടനെ അത് ഓൺ ആക്കരുത്. അതായത് നല്ലോണം വെള്ളമായി, അതായത് ഫുള്ളും ഇങ്ങനെ മഴയത്ത് നിറയുള്ള വെള്ളത്തിലേക്ക് ഫോൺ വീണ ഉടനെ തന്നെ എടുത്ത് നിങ്ങൾ ഫോൺ ഓൺ ആക്കരുത്. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. കാരണം ഫോൺ അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിപ്പോ ഫോൺ ആണെങ്കിലും ടി വി ആണെങ്കിലും മഴ നനഞ്ഞ, അതായത് വെള്ളം നനഞ്ഞ് നിങ്ങൾ ഒരു കാരണവശാലും ഓൺ ദ സ്പോട്ടിൽ ഓൺ ആക്കരുത്. കാരണം എന്താ വെച്ചാൽ അത് അടിച്ചു പോകും. ഇനിയിപ്പോ അതിപ്പോ ടി വിന്റെ ഒക്കെ കേസ് പറഞ്ഞത് എന്താ വെച്ചാൽ ചിലവിടെ ഇങ്ങനെ ഒറ്റലുണ്ടാവുമല്ലോ, അതങ്ങനെ ഒലിച്ചിറങ്ങലുണ്ടാവുമല്ലോ. അപ്പൊ അത് നമ്മൾ ടി വിയിൽ ആ വെള്ളം തട്ടുമ്പോൾ നമ്മളത് ടി വി ഓൺ ആക്കുമ്പോൾ പെട്ടെന്ന് അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഒരു ഹാക്ക് എന്ന് പറയുന്നത് മഴക്കാലമാണ്, സ്വാഭാവികമായിട്ടും അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ എല്ലാവരും തണുത്ത വെള്ളം നിർത്തിയിട്ട് ചുടുവെള്ളം കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ മഴക്കാലത്ത് നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്താ വെച്ചാൽ ഷൂസില്ലേ, മഴക്കാലത്ത് ഷൂസ് യൂസ് ചെയ്യരുത്. സാധാ സ്ലിപ്പർ ഇല്ലേ, ഭയങ്കര എയർ സർക്കുലേഷൻ ആയിട്ടുള്ള എയർ കിടക്കുന്ന സാധാ സ്ലിപ്പർ യൂസ് ചെയ്യാം കേട്ടോ. ഷൂ ഇടുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ സ്കിൻ ഭയങ്കര എന്താ കൺജസ്റ്റഡ്
റപ്ചർഡ് ആയിട്ട് ഭയങ്കര എന്താ നമ്മുടെ കാലിന്റെ ബാക്കിൽ ഇങ്ങനെ വിണ്ട് കയറി പൊട്ടാനും അതുപോലെ തന്നെ ഒരു വിള്ളൽ വരലും ഒക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് മഴക്കാലമാണ്, വെയിലേ ഇല്ല, സൂര്യനേ ഇല്ല, എന്തിനാണ് സൺക്രീം യൂസ് ചെയ്യുന്നുള്ളത്. പക്ഷെ സൺക്രീം യൂസ് ചെയ്യുന്നത് നമുക്ക് വെയിലുള്ളത് കൊണ്ട് മാത്രമല്ല. നമ്മൾ ഇൻ കേസ് ഇപ്പൊ ഞാൻ ഇപ്പൊ റിംഗ് ലൈറ്റിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഞാനിപ്പോ ഈ ഇടയ്ക്കിടയ്ക്ക് റിംഗ് ലൈറ്റ് വെച്ച് നമ്മൾ ഇങ്ങനെ വീഡിയോയും കാര്യങ്ങളും എടുക്കുമ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് ടാൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈവൻ നമ്മുടെ ട്യൂബ് ലൈറ്റിന് താഴെ ഇരുന്നാൽ കൂടി നമ്മുടെ സ്കിന്നിന് ആ ഒരു വെട്ടം കൊണ്ട് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സൺക്രീം എന്തായാലും മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് കുട്ടി കുട്ടി ഹാക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ പറ്റിയിട്ട് അതിരിക്കുമ്പോൾ ബൈ, സീ ഓൾ, ലവ് യു.